ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ്. നമുക്കത് കാണണ്ടേ? തീപ്പെട്ടിനെ കൊണ്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ആ തീപ്പെട്ടി എടുക്കണം. ഇതിൽ കുറച്ചുണ്ട്. നമുക്കിത് കളഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ കട്ട് ചെയ്യുക. നമുക്ക് പെൻസിലുകൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇവിടെ ഇതിലുള്ളതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുട്ടികൾ തുറന്നായിട്ട് നമുക്ക് പൊതിഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാൻ എടുത്തേക്കുന്ന വൈറ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ മുറിക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇതിൽ ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുക്കാം. പെയിൻ്റ് അടി തുടങ്ങാം. പെയിൻ്റ് അടി തുടർന്നിട്ട് പെയിൻ്റ് അല്ല കേട്ടോ, സ്കെച്ചാണ് കേട്ടോ. കളറെടുത്ത അവസ്ഥ ഇതിൻ്റെ ഉള്ളിലിടുന്ന സ്ഥാനം ഞാൻ നേരത്തെ കളറടിച്ച് വെച്ചതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാം. എങ്ങനെയാണെന്നറിയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് എടുത്ത് പശയൊക്കെ തേച്ച് എന്നിട്ട് ഇത് മറിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. അത് ഒട്ടിക്കുന്നതിന് മുമ്പേ നമുക്കിതൊന്ന് കവർ ചെയ്യാം. ഇതേപോലെ ആക്കണം. എന്നിട്ട് ഈ ഒരു സ്ഥലത്ത് നമുക്ക് പശ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതേ ഷേപ്പിലുള്ള പേപ്പർ ഇതിൻ്റെ അടിയിലേക്കൂടെ വെക്കണം. ഇത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള പണി. ഈ സാധനം ചിലപ്പോൾ പോയിട്ടുണ്ടാവും, പക്ഷേ അത് നമുക്ക് അതിലേക്ക് പശയാക്കണം കേട്ടോ. ഇതാക്കരുത് കേട്ടോ, നമുക്ക് ഗിഫ്റ്റ് വെച്ചിട്ടില്ലല്ലോ. നമുക്ക് ഗിഫ്റ്റ് വെക്കാം. ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാം. മുട്ടായിയോ അങ്ങനെയൊന്നും ആയിട്ട് വെക്കാം. ഞാൻ എന്താക്കുമെന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. ഞാൻ വയ്ക്കുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ സ്റ്റിക്കർ. അതിന് മേലെ കുറച്ച് പേപ്പർ മുറിച്ചിടാം. ഇതാ പേപ്പറൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ പണി. ബാക്കിൽ പശയാക്കുക. ഞാൻ കൈ പൊത്തി പിടിച്ചിട്ടാണ് കേട്ടോ ബാക്കിൽ. നമുക്കിവിടെ പശ ഇതാട്ടോ. ഇതിടാൻ കുറച്ച് പാടാണ്. സാധനം മാറ്റണം. നമുക്ക് ലേശം ഒരു ഇത് വെച്ച് കൊടുക്കാം. രാസവസ്തുക്കൾ കലർത്തി മീൻ പിടിക്കുന്നത് നന്നായി പരാ. വ്യാപാരികൾക്ക് പ്രതിസന്ധിയായി